പ്രാർത്ഥിക്കുക. പരിശുദ്ധമേ, ജപമാല മാതാവേ, എല്ലാ കുടുംബങ്ങളെയും ആരാധനയിൽ ഇപ്പോഴ് ജീവസുറ്റ വിശ്വാസത്തോടെ പങ്കെടുക്കുന്നവരെയും വിശ്വാസം, ശരണം, ദൈവസ്നേഹം, സമർപ്പണം, ദൈവിക പുണ്യങ്ങളാൽ അഭിഷേകം ചെയ്യാൻ മധ്യസ്ഥം വഹിക്കണമേ. സ്തുതിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതി പുകഴ്ചയും ഉണ്ടാകട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതി പുകഴ്ചയും ഉണ്ടാകട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതി പുകഴ്ചയും ഉണ്ടാകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ നന്ദി, നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, മഹത്വം, മഹത്വം കർത്താവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മൾ ധ്യാനത്തിലേക്ക് പോകുന്നു. മക്കൾക്കറിയാം, അറിവാണ് നമുക്ക് അനുഭവം നൽകുന്നത്. അനുഭവം നമ്മൾക്ക് ബോധ്യങ്ങൾ നൽകും. ബോധ്യമാണ് നമുക്ക് സാക്ഷ്യം നൽകുന്നത്. സാക്ഷ്യം, വേദസാക്ഷ്യമുണ്ട്, രക്തസാക്ഷ്യമുണ്ട്. സാക്ഷ്യമാണ് നമുക്ക് സന്തോഷം തരുന്നത്. സന്തോഷത്തിൻ്റെ നീണ്ട നീണ്ട രൂപങ്ങളെ നമ്മൾ സ്വർഗം എന്ന് പറയും. സ്വർഗം തുടങ്ങുന്നത് അറിവിലാണ്. അതാണ് ഈശോ പറഞ്ഞത്, ഏകസത്യദൈവമായ നിന്നെയും നീയെ യേശുക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, യോഹന്നാൻ 17:3. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏകസത്യദൈവമായ നിന്നെയും. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 3-ാമത്തെ വാക്യം. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹോസാന, ഹല്ലേലൂയ, ഹോസാന, ഹല്ലേലൂയ, ഹോസാന, ഹല്ലേലൂയ, ഹോസാന, ഹല്ലേലൂയ. ഇങ്ങനെ ദൈവത്തിനെ കുറിച്ചുള്ള അറിവ്, ദൈവത്തിനെ കുറിച്ചുള്ള ജ്ഞാനം, ഈ ജ്ഞാനത്തിൻ്റെ ഒരു മാർഗമാണ്, ജ്ഞാനമാർഗമാണ് പരിശുദ്ധ അമ്മ. പരിശുദ്ധ അമ്മ ഒരു ജ്ഞാന മാർഗമാണ്. ജ്ഞാനം നമുക്ക് ലഭിക്കാനുള്ള ഒരു മാർഗമാണ്. എന്താ പരിശുദ്ധ അമ്മ നമുക്ക് നൽകുന്ന ജ്ഞാനം എന്താണ്? വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ പറയും, യേശു ക്രിസ്തു എല്ലാമാണ്. ഏറ്റു പറഞ്ഞേ, യേശു ക്രിസ്തു എല്ലാമാണ്, എല്ലാവരിലുമാണ്. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കൊളോസ്യസ് 3:11. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിക്കുന്നു. യേശു കർത്താവ് ജീവിക്കുന്നു. സുവിശേഷം നൽകുന്ന ഏറ്റവും ബെസ്റ്റ് വിസ്ഡം, ക്രിസ്തുവിനെക്കുറിച്ചുള്ള ഏറ്റവും നല്ല ജ്ഞാനമെന്ന് പറയുന്നത് ജീസസ് ഈസ് സോ. അത് പൗലോസിൻ്റെ അനുഭവങ്ങളാണ്. കൊളോസ്യസ് 3:11. എന്താണ്? ക്രിസ്തു എല്ലാമാണ് എന്ന് പറഞ്ഞേ. ക്രിസ്തു എല്ലാമാണ്. നിങ്ങളത് പറയുമ്പോൾ ഭയങ്കര ഭവ്യതയോടെ പറയണം. എന്താ കാര്യം എന്നറിയോ? നമ്മളുടെ എല്ലാ അസ്വസ്ഥതകളും മാറുന്ന ഒരു വിഷയമാണത്. ക്രിസ്തു എല്ലാമാണ്. ഈ ക്രിസ്തു എല്ലാമാണ് എന്നുള്ള ഒരു ആധ്യാത്മികമായ അനുഭവം ഇപ്പോൾ ഈശോ മുട്ടുകുത്തുമ്പോൾ എന്താണ് പറയണത്? 14:36 മർക്കോസിൻ്റെ സുവിശേഷം. ലാസ്റ്റ് ഈശോ മുട്ടുകുത്തത്തില്ലേ പിതാവിൻ്റെ മുമ്പിൽ? അപ്പോൾ 14:36 പിതാവേ അങ്ങയ്ക്ക് എല്ലാം സാധ്യമാണ്, എല്ലാം സാധ്യമാണ്. ഈ എല്ലാം സാധ്യമായ പിതാവുമായിട്ട് ഈശോയ്ക്ക് സത്താപരമായിട്ടുള്ള ബന്ധമാണുള്ളത്.
അതാണ് ഈശോ പറഞ്ഞത്, ഞാനും പിതാവും ഒന്നാകുന്നു എന്ന് പറയത്തില്ലേ. അതുകൊണ്ട് പിതാവ് ചെയ്യുന്നതെല്ലാം പുത്രനും ചെയ്യുന്നു. അതുകൊണ്ട് പിതാവിൻ്റെ അനന്ത സാധ്യത ആണ് പുത്രനിൽ സാക്ഷാത്കരിക്കപ്പെടുന്നത്. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ, ഹല്ലേലൂയ, യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 യേശുവേ സ്തുതി, ഹല്ലേലൂയ. ആവാ പിതാവേ ദൈവമേ, അവിടുത്തെ രാജ്യം വരേണമേ, അങ്ങേ തിരുഹിതം ഭൂമിയിൽ എന്നും നിറവേറേണമേ. ആവാ പിതാവേ ദൈവമേ, അവിടുത്തെ രാജ്യം വരേണമേ, അങ്ങേ തിരുഹിതം ഭൂമിയിൽ എന്നും നിറവേറേണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ അച്ഛനിലൂടെ കേൾക്കുന്ന വചനങ്ങളെ ഒരു വളരെ രസകരമായിരുന്നു കൊണ്ട് ഹൃദ്യമായി ദൈവസ്നേഹത്തോടെ ധ്യാനിക്കണം. അപ്പോഴും നിങ്ങളത് അനുഭവമായി. അമ്മ അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ദൈവത്തിൻ്റെ ഓരോ വചനങ്ങളും വളരെ ഹൃദ്യമായി. എന്തുകൊണ്ടാണ് അമ്മ ജ്ഞാനമാർഗമാകണത്? കാര്യം ദൈവത്തിൻ്റെ വചനങ്ങൾ വളരെ ഹൃദ്യമായി, അത് കടുകട്ടിയായ വചനങ്ങളാണെങ്കിലും അമ്മ വളരെ ഹൃദ്യമായി വചനത്തെ സ്നേഹിച്ചുകൊണ്ട് അതിനെക്കുറിച്ച് ചിന്തിക്കും, ആലോചിക്കും. അമ്മയുടെ ഒരു ഏറ്റവും വലിയ ഗുണവത, അമ്മ അപ്പായെ സ്നേഹിക്കുന്നുണ്ട്, പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും ദൈവത്തെ സ്നേഹിക്കുന്നുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ വചനങ്ങൾ അമ്മ മനസ്സിലാക്കണത്, അമ്മയ്ക്ക് അത് ഹൃദ്യമായി തോന്നുന്നത് സ്നേഹത്തിലൂടെയാണ്. അതാണ് അമ്മ വചനങ്ങളോടുള്ള ധ്യാനത്തിൻ്റെ ഒരു രീതി. ഒന്ന് പ്രാർത്ഥിച്ച് അച്ഛനോട് ചേർന്ന്, അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, അമ്മയെപ്പോലെ ദൈവവചനത്തെ ദൈവത്തെ വ്യക്തിപരമായി സ്നേഹിച്ചുകൊണ്ട് വചനത്തെ ഹൃദയസ്ഥമാക്കാൻ സംഗ്രഹിക്കാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമാതാവേ എന്നെന്നും പ്രാർത്ഥിക്കണേ. സ്വർഗീയ മന്നവഹിക്കും വാഗ്ദാന പേടകമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2:51 മറിയമാകട്ടെ ഇവയെല്ലാം ഹൃദയത്തെ സംഗ്രഹിച്ചു, അതേക്കുറിച്ച് ചിന്തിച്ചു എന്നാണ് കർത്താവിൻ്റെ വചനം പറയണത്. ലൂക്ക 2:51 ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യത്തിൽ വേപൃതനായിരിക്കേണ്ടവനാണെന്ന് നിങ്ങൾക്കറിയില്ലേ എന്നാണ് ഈശോ ചോദിക്കുന്നത്. അപ്പോൾ അതിന് വചനം നൽകുന്ന ഭാഷ്യം, മറിയം ആ വാക്കുകളെ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. ഇപ്പോൾ അച്ഛനിലൂടെ ഈശോ പറയണത് എന്താ? അങ്ങനെ ഒരു കേവലമായ ടെക്നിക്കലായിട്ടുള്ള ഒരു സംഗ്രഹമല്ല അമ്മ നടത്തിയത്. അമ്മ ഒരു വചനത്തെ, മനസ്സിലാകുന്ന വചനത്തെയും മനസ്സിലാകാത്ത വചനത്തെയും അമ്മ സ്നേഹത്തോടെ സ്വീകരിച്ചു എന്നാണ്. നമ്മളും ആദ്യം വചനത്തോട് കൈകാരിക്കേണ്ട ഒരു ജ്ഞാനമാർഗം, മരിയൻ മാർഗമെന്ന് പറയണത്, എന്ത് വചനമായാലും അത് നടപ്പിൽ വരുത്തുന്നതായാലും ശരി, നടപ്പിൽ വരുത്താൻ പ്രയാസമുള്ള വചനങ്ങളായാലും ശരി, വചനത്തെ സ്നേഹത്തോടെ മാത്രമേ, നമുക്കറിയാമല്ലോ ഒരു മുട്ട അതിൻ്റെ പുറത്ത് തള്ളക്കോഴി 21 ദിവസം ഇരിക്കുമ്പോഴാണ് അത് വിരിയണത് ചൂട് കൊണ്ട്. വചനമെല്ലാം ഒരു മുട്ട പോലെയാണ്. എല്ലാ മുട്ടയും ഒന്നും ഈ 21 ദിവസം കൊണ്ട് വിരിയത്തില്ല. ഒട്ടകപ്പക്ഷിയുടെ മുട്ടയ്ക്ക് ഏതാണ്ട് 10-60 ദിവസം. ഇപ്പോൾ ആമ മുട്ട കടലിൽ നിന്ന് ആമ കയറി വരത്തില്ലേ, ഇല്ലേ? കോഴിക്കോടൊക്കെ ആമ കയറി വരും. ആമ കയറി വരുമ്പോൾ, പ്രത്യേകിച്ച് കടലായി സ്ഥലങ്ങളിലെല്ലാം ഈ ആമ കയറി വരുമ്പോൾ ആമ മുട്ടയിട്ടിട്ട് രാത്രി തിരിച്ചു പോകും. ഒരു വലിയ കുഴിയെടുത്ത് 2 അടി ആഴമുള്ള കുഴിയെടുത്തിട്ട് ആമ കുറേ മുട്ട അതിൻ്റെ അകത്തിടും. ഇങ്ങനെ ബൾബൊക്കെ നമ്മളിങ്ങനെ റബ്ബർ പോലെ നിലത്ത് വെള്ള മുട്ട ഇങ്ങനെ ഇട്ടിട്ട് അതിൻ്റെ പിൻകാല് കൊണ്ട് അത് മണ്ണ് എല്ലാം കൂട്ടി മൂടിക്കളഞ്ഞിട്ട് ആമ സ്വന്തം നെഞ്ചുകൊണ്ട്
അതിൻ്റെ പുറത്ത് കുളവിപ്പാലം, ആ പ്രദേശത്താണ് ആമ വരണത്. അപ്പോൾ അത് അടിച്ചടിച്ച് പൂത്തി ഇട്ട് ആമ പോകും. എത്ര വെയിൽ കൊള്ളണ സ്ഥലത്താണ് ഇത് ആമ മുട്ടയിടണത്. പക്ഷേ വെയിൽ ഡയറക്റ്റ് കൊള്ളത്തില്ല. പക്ഷെ ആ മണ്ണിൻ്റെ പുറത്ത് വീഴുന്ന വെയിൽ അതിൻ്റെ ചൂടേറ്റിട്ട് 60 ദിവസം എടുക്കും ഇത് മുട്ട പിരിഞ്ഞു വരാൻ വേണ്ടി. നമ്മുടെ കോഴിക്കുഞ്ഞിന് 20 മുട്ട വിരിയാൻ വേണ്ടി 20-21 ദിവസം മതി. പക്ഷേ ലോകത്തുള്ള എല്ലാ മുട്ടയും അങ്ങനെയല്ല, ചിലതിന് 60 ദിവസം എടുക്കുന്നുണ്ട്. ചില വചനങ്ങൾ വിരിഞ്ഞു വരാൻ സമയമെടുക്കും. വചനവും അങ്ങനെയാണ്, പലതരം മുട്ടകളാണ്. ചിലത് 20 ദിവസം കൊണ്ട് 21 ദിവസത്തെ ചൂടും സ്നേഹവും കൊടുക്കുമ്പോൾ അത് വിരിഞ്ഞു വരും. ചിലതിന് 60 ദിവസത്തെ ചൂട് കൊടുത്താലേ അത് വിരിഞ്ഞു വരത്തുള്ളൂ. എന്നുവെച്ചാൽ ചില വചനങ്ങൾ നടപ്പിലാക്കാൻ കൂടുതൽ ദൈവസ്നേഹം വേണമെന്ന് അർത്ഥം. മനസ്സിലായോ? ചില വചനങ്ങൾ വിരിഞ്ഞു വരാൻ, നടപ്പിലാക്കാൻ, അതിൻ്റെ ശക്തി എനർജി റിലീസ് ചെയ്യാൻ നമുക്ക് കൂടുതൽ ദിവസത്തെ. അപ്പോൾ ഒരു വചനത്തിൽ നിന്ന് അത് നിറവേറുന്നില്ല എന്ന് വിചാരിച്ചാൽ, ഇപ്പോൾ അമ്മയെ കണ്ടപ്പോൾ എലിസബത്ത് എന്നാ പറഞ്ഞത്? ലുക്ക 1:45 എന്നാ പറഞ്ഞത്? മേരി, കർത്താവ് നിന്നോട് അരുളി ചെയ്ത വചനങ്ങൾ എന്ന് പറഞ്ഞേ. കർത്താവ് നിന്നോട് അരുളി ചെയ്ത വചനങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ച നീ ഭാഗ്യവതി. ഇപ്പൊ വിശ്വസിക്കുമ്പോൾ ഓർക്കുക, ടെക്നിക്കൽ ഫെയ്ത്ത് അല്ലത്. അതായത് ഫെയ്ത്ത് ബേസ്ഡ് അപ്പോൺ ലവ് ഓഫ് ഗോഡ്. അതാണ്. വെറുതെ വിശ്വാസം ഉണ്ടായാൽ പോരാ. എങ്ങനെയുള്ള വിശ്വാസമാണ് വേണ്ടത്? ഈ മുട്ട വിരിയിക്കാൻ, വചനം വിരിയിക്കാൻ എങ്ങനെയുള്ള വിശ്വാസമാണ് വേണ്ടത്? സ്നേഹത്താൽ പ്രവർത്തന നിരതമായ വിശ്വാസം. അതാണ് ഗലാത്യർ നമ്മളെ വായിക്കണത് 5:4 അല്ലേ? സ്നേഹത്താൽ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന, 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 ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ആരാധന, ആരാധന, യേശുവേ ആരാധന, 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 യേശുവേ ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. ഗലാത്യ ലേഖനം 5:6, 5-ാം അധ്യായം 6-ാമത്തെ വാക്യം. സ്നേഹത്തിലൂടെ പ്രവർത്തന നിരതമായ വിശ്വാസം. അതാണ് വേണ്ടത്. ഇപ്പോൾ വെറുതെ നമ്മൾക്ക് ഇപ്പോൾ ലൂക്ക 1:45 അമ്മയെ കണ്ടപ്പോൾ എലിസബത്ത് പറഞ്ഞു, പരിശുദ്ധാത്മാവ് പറഞ്ഞു. എലിസബത്ത് അല്ലല്ലോ, പരിശുദ്ധാത്മാവ് പറഞ്ഞു, മേരി, കർത്താവ് നിന്നോട് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് നീ വിശ്വസിച്ചതാണ് നിൻ്റെ ഭാഗ്യമെന്ന് പറഞ്ഞു. പക്ഷേ അത് കേവലമായ വിശ്വാസമല്ലത്. അത് ഗലാത്യർ 5:6 അനുസരിച്ചുള്ള സ്നേഹത്താൽ പ്രവർത്തന നിരതമായ വിശ്വാസമാണ്. അതാണ് നമുക്ക് വചനം എന്ന് പറയുന്ന മുട്ട വിരിക്കാൻ വേണ്ടി വേണ്ടത്. അതിലൂടെയാണ് നമ്മൾ ജ്ഞാനവും ശക്തിയും പ്രാപിക്കുന്നത്. അതാണ് നമുക്ക് മഹത്വം തരണത്. നിത്യമഹത്വം അതിലാണ് അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഒന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, അങ്ങയുടെ വചനം പരിശുദ്ധ അമ്മയെപ്പോലെ ഹൃദയത്തിലെ ലൂക്കായുടെ സുവിശേഷം 2:51 പ്രകാരം സംഗ്രഹിക്കാൻ ഗലാത്യ ലേഖനം 5:6 അനുസരിച്ചുകൊണ്ട് സ്നേഹത്താൽ പ്രവർത്തന നിരതമായ വിശ്വാസത്താൽ ലൂക്ക 1:45 അനുസരിച്ച് സ്നേഹത്താൽ പ്രവർത്തന നിരതമായ വിശ്വാസത്താൽ കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങളെ നിറവേറുമെന്ന് വിശ്വസിക്കാനുള്ള മരിയൻ ഫെയ്ത്ത് അമ്മയുടെ ആധ്യാത്മിക മാർഗങ്ങളാൽ എന്നെ അഭിഷേകം ചെയ്യണമേ. ശ്രദ്ധിക്കട്ടെ. സന്തോഷത്തോടെ എന്തൊരാനന്ദം, എന്തൊരാനന്ദം, അമ്മ മേരിയൊപ്പം ആരാധിക്കുമ്പോൾ. ദാസിയുടെ താഴ്മ തൃക്കൻ പാർത്ത ഉന്നതൻ ദാസരെ ഉയർത്താൻ എഴുന്നള്ളുകയായി. ദാസിയുടെ താഴ്മ തൃക്കൻ പാർത്ത ഉന്നതൻ ദാസരെ ഉയർത്താൻ
എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ സ്നേഹത്തോടെ പറയണം. സ്നേഹത്തോടെ ഒന്ന് വിശ്വാസത്തോടെ പറഞ്ഞ് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും. ഇപ്പോൾ നമ്മൾ ജപമാല ചെല്ലുമ്പോൾ എന്നാ തുടങ്ങണത്? പിതാവായ ദൈവത്തിൻ്റെ മകളായിരിക്കുന്ന പരിശുദ്ധ ദേവമാതാവേ പറഞ്ഞേ. പിതാവായ ദൈവത്തിന്റെ മകളായിരിക്കുന്ന ഞങ്ങൾ ദൈവവിശ്വാസം എന്ന പുണ്യമുണ്ടായി വർദ്ധിക്കുവാൻ നിന്റെ തിരുക്കുമാരനോട് പ്രാർത്ഥിക്കണമേ. ഇപ്പൊ രണ്ടാമതും എന്താ പറയണത്? പിതാവായ ദൈവത്തിൻ്റെ പരിശുദ്ധ പുത്രനായ ദൈവത്തിൻ്റെ മാതാവായിരിക്കുന്ന പരിശുദ്ധ ദേവമാതാവേ ഞങ്ങളെ ദൈവ സ്നേഹം ശരണം. ഇപ്പം പരിശുദ്ധാത്മാവിൻ്റെ പ്രിയവധു പ്രിയവധുവായിരിക്കുന്ന പരിശുദ്ധ മാതാവേ ഞങ്ങൾ ദൈവ സ്നേഹം എന്ന പുണ്യമുണ്ടായി വർദ്ധിക്കാൻ. അപ്പോൾ നമ്മളെല്ലാം ചെയ്യുന്നത് പരിശുദ്ധ അമ്മയുടെ ഒരു രീതിയാണത്. വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഈ 3 ദൈവിക പുണ്യങ്ങൾ കൊണ്ടാണ് വചനത്തെ വിരിയിക്കണത്. ഈ വചനത്തെ വിരിയിക്കുക, അതനുസരിച്ച് വചനത്തിൽ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ജീവിത വ്യാപാരങ്ങളെ ക്രമീകരിക്കുന്നത് അല്ലാതെ നമുക്ക് ദൈവാനുഭവത്തിന് മറ്റു മാർഗങ്ങളില്ല. നമ്മൾ എന്ത് മാർഗങ്ങൾ ഉപയോഗിച്ചാലും അവസാനം മരിയൻ മെത്തേഡിൽ വരും. വചനത്തെ വിരിയിക്കാൻ വിശ്വാസം, പ്രത്യാശ, ദൈവസ്നേഹം. അതുകൊണ്ട് സമ്പൂർണമായ ആധ്യാത്മികതയുടെ ആൾരൂപമായിട്ടാണ് അമ്മമാർഗങ്ങൾ നമ്മുടെ മുമ്പിൽ വെളിവാകുന്നത്. ക്രിസ്തുവിനെ സ്വീകരിക്കാൻ, ക്രിസ്തുവിനെ ലോകത്തിന് കൊടുക്കാൻ അമ്മയാണ് അടിസ്ഥാന മാർഗം എന്നാണ് നമ്മളെപ്പോഴും ധ്യാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ഗൗരവമായിട്ട് വേണം നിങ്ങൾ കൃപാസനത്തിൻ്റെ ധ്യാനങ്ങളെ ശ്രദ്ധയോടെ കേൾക്കാനും പഠിക്കാനും പ്രാവർത്തികമാക്കാനും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇപ്പം ഈശോ നമ്മൾ ആദ്യം കണ്ടില്ലേ? എന്താ കണ്ടത്? യേശുക്രിസ്തു എല്ലാമാണ്. അത് അമ്മയ്ക്ക് ആന്തരികമായി ഉണ്ടായിരുന്ന ഒരു മരിയൻ നോളജാണത്. പൗലോസാണ് പിന്നീട് അത് വെളിപ്പെടുത്തിയെങ്കിലും ആദ്യം തിരിച്ചറിഞ്ഞത് ആരാണ്? അമ്മയാണ്. അതുകൊണ്ടാണ് കാനായിലെ കല്യാണത്തിന് നമ്മുടെ ഉടമ്പടി പ്രാർത്ഥനയുടെ അടിസ്ഥാനം എന്താണ്? കാനായിലെ കല്യാണമാണ്. ആ കുടുംബത്തിനുണ്ടായിരുന്ന ഒരു പ്രത്യേക പ്രതിസന്ധിയാണ് വിഷയം. ഭൗതികമായ പരാധീനത, ഇല്ലായ്മ. അവിടെ വീഞ്ഞ് തികയാതെ വരുന്ന അവസ്ഥ, ഇല്ലാഞ്ഞ അവസ്ഥ അല്ല, തികയാതെ വന്ന അവസ്ഥയാണ്. റിസോഴ്സ് തികയാതെ വരുമ്പോൾ, ഇപ്പോൾ കൊറോണ കാലമാകുമ്പോൾ നമുക്ക് ഇപ്പം നമ്മുടെ വിഭവങ്ങൾ തികയാതെ വരുന്ന ഒരവസ്ഥയാണ് വരണത്, അല്ലേ? തികയാതെ വരുമ്പോൾ ഇപ്പോൾ പല കാര്യങ്ങൾക്കും തികയാതെ വരും. ഇപ്പോൾ കുഞ്ഞുങ്ങൾക്ക് അഡ്മിഷൻ വേണം, അപ്പോൾ പണം തികയാതെ വരും നമുക്കല്ലേ? ഇപ്പോൾ നമ്മൾ വീട് പണിയാൻ നമ്മൾ പരിശ്രമിക്കുമ്പോൾ തികയാതെ വരും, കണക്ക് കൂട്ടിയിട്ട് നമുക്ക് തികയാതെ വരും, അല്ലേ? അപ്പം തികയാതെ വരും. ആരോഗ്യം, വേണ്ടത്ര ആരോഗ്യം തികയാതെ വരും, അല്ലേ? ഇപ്പോൾ ഇന്നലെയൊക്കെ ഞാൻ അത്ര ആരോഗ്യവാനല്ലായിരുന്നു, പക്ഷേ ഇന്ന് എനിക്ക് അത്ര പ്രശ്നമില്ല. അപ്പോൾ ഇന്നലെ അപ്പോൾ ആരോഗ്യം തികയാതെ വരും, ഇൻകംപ്ലീറ്റ് ആയിട്ട് വരും. നമുക്ക് ആവശ്യമുള്ള നോട്ട് സഫീഷ്യൻറ്റ്, നമുക്ക് നോട്ട് ഹാവിങ് സഫീഷ്യൻറ്റ് ഹെൽത്ത്, അതുപോലെ തന്നെ നോട്ട് ഹാവിങ് സഫീഷ്യൻറ്റ് ഹെൽത്ത് ആൻഡ് വെൽത്ത്, ഇതൊക്കെ തികയാതെ വരും. ഈ പ്രപഞ്ചത്തിൽ ഇങ്ങനെ കുറേ നമ്മൾ ഭൂമിയിൽ ജീവിക്കുമ്പോൾ കുറേ തികയാതെ വരുന്ന അവസ്ഥകളുണ്ടാകും. ഈ തികയാതെ വരുന്ന അവസ്ഥകളെ അതിന് ചേർക്കേണ്ട ചേരുവകയാണ് ക്രിസ്തു എന്നാണ് അമ്മ നമുക്ക് പറഞ്ഞു തരുന്ന ഒരു അനുഭവ പാഠം. എന്തെങ്കിലും മകനെ തികയാതെ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ക്രിസ്തുവിനെ നീ ചേർക്കണം. അതാണ് അമ്മ പറയണത്. എന്തെങ്കിലും തികയാതെ വന്നാൽ, അവിടെ എന്ത് തികയാതെ വന്നാലും, ആരോഗ്യം തികയാതെ വന്നാലും, നിൻ്റെ സമ്പത്ത് തികയാതെ വന്നാലും, വിശ്വാസം തികയാതെ വന്നാലും, അവിടെ എന്ത് ചെയ്യണം? നീ ക്രിസ്തുവിനെ ചേർക്കണം. അയ്യോ, എന്നാ ഒരു നോളജാണ്! നീ ക്രിസ്തുവിനെ അതാണ് കാനായിൽ. അവിടെ ഇപ്പോൾ നമ്മുടെ യോഹന്നാൻ 2:2 യോഹന്നാൻ 2:2 യോഹന്നാൻ്റെ സുവിശേഷം, അവിടെ വീഞ്ഞ് തികയാതെ വന്നതുകൊണ്ട് യേശുവിൻ്റെ അമ്മ യേശുവിനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞ് ഇല്ല. ഇതൊരു നിസ്സാര കാര്യമാണെന്ന് തോന്നാമെങ്കിലും പക്ഷേ അമ്മയുടെ മുമ്പിൽ ഒന്നും നിസ്സാരമല്ല. ക്രിസ്തുവിനെ ഒരു വ്യക്തിക്ക് ലഭിക്കുന്നതിൻ്റെ അടിസ്ഥാന മനോഭാവം എന്താണ്? ജീവിതത്തിലൊന്നും നിസ്സാരമല്ല. ഇപ്പം വീഞ്ഞ് തികയാതെ വരുന്ന കാര്യം നിസ്സാരമല്ല എന്ന് അമ്മ ഒരു നിലപാടെടുത്തു. നിസ്സാരമല്ല എന്നുള്ളത് ഒരു നിലപാടാണ്. ക്രിസ്തുവിനെ
നമ്മുടെ കക്ഷി ചേർക്കാൻ വേണ്ടിയുള്ള ഒരു നിലപാടാണ്. നമ്മുടെ ജീവിത വിഷയങ്ങളിലേക്ക് ക്രിസ്തുവിനെ കക്ഷി ചേർക്കാനുള്ള ഒരു നിലപാടാണ് ഒന്നും നിസ്സാരമല്ല എന്നുള്ളത്. അമ്മയ്ക്കത് നിസ്സാരമല്ല. അതുകൊണ്ട് അമ്മ യേശുവിൻ്റെ അടുത്ത് രക്ഷ ചെയ്യും. നിൻ്റെ ജീവിതത്തിൽ യേശുവിനെ പങ്കുചേർക്കാനുള്ള ഒരു നിലപാടാണ് ഒന്നും നിസ്സാരമല്ല എന്നുള്ളത്. ഒന്നും നിസ്സാരമല്ല. മേരി അമ്മ നമ്മളോട് പറയണത് എന്താണ്? ഒന്നും നിസ്സാരമല്ല. അത് ക്രിസ്തുവിനെ പങ്കുചേർത്ത് പൂർണ്ണമാക്കാൻ വേണ്ടിയുള്ളതാണ്. തികയാതെ വരുന്ന ഇടത്തെല്ലാം ക്രിസ്തുവിനെ കൂടെ ചേർക്കാൻ വേണ്ടിയുള്ള ദൈവികമായ പിതാവിൻ്റെ പദ്ധതിയാണ്. പിതാവിൻ്റെ പദ്ധതിയാണ് ക്രിസ്തുവിനെ നിൻ്റെ ജീവിതത്തിൽ പങ്കുചേർക്കാൻ വേണ്ടിയുള്ള പിതാവിൻ്റെ പദ്ധതിയാണ് നിൻ്റെ പോരായ്മകൾ, ഇല്ലായ്മകൾ, വല്ലായ്മകൾ, തികയാതെ വരുന്ന അവസ്ഥകൾ. അതെല്ലാം ക്രിസ്തുവിനെ receive Jesus Christ and get saved. അതാണ് അമ്മ പറയണത് നമ്മളോട്. ക്രിസ്തുവിനെ സ്വീകരിക്കുക, നീ ലോകത്തിലെ നീ എല്ലാ അവസ്ഥകളിൽ നിന്നും രക്ഷപ്പെടുക. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ. നിന്റെ സ്നേഹമേലങ്കിയ അമ്മേ എന്നെ പുതപ്പിക്കണേ, നിൻ സുതന്റെ രക്തക്കുളത്തിൽ അമ്മേ എന്നെ കുളിപ്പിക്കണേ. നിന്റെ സ്നേഹമേലങ്കിയ അമ്മേ എന്നെ പുതപ്പിക്കണേ, നിൻ സുതന്റെ രക്തക്കുളത്തിൽ അമ്മേ എന്നെ കുളിപ്പിക്കണേ.